നമുക്ക് ഒരു അത്ഭുതം കാണിച്ചു തരാം. അത്ഭുതം. ലൈറ്റ് ഇട്ടേ, ലൈറ്റ് ഇട്ട് ഇത് കോഴിത്തീറ്റയാണ്. ബ്രോയിലർ കോഴിക്കും നാടൻ കോഴിക്കെല്ലാം കൊടുക്കുന്ന കോഴിത്തീറ്റ. കഴിഞ്ഞ വെള്ളം കാട്ടി നോക്കിയാൽ ഇതിൽ വെള്ളം കിട്ടും. ഇത് കോഴി കണ്ട ബ്രോയിലർ കോഴില്ല. മേടിച്ചോണ്ടിട്ട് ഒരു 3-4 ദിവസമായി. 4 ദിവസമൊന്നും പോലെ, അല്ലെങ്കിൽ 4-5 ദിവസം കാട്ടായി. തോന്നിക്കെല്ലാം വെറും വെള്ളത്തിൽ കിട്ടും. അതേപോലെ തോന്നുന്നു. അതിപ്പോൾ ഇന്നലത്തെ എല്ലാം കൈ കളി വെറും വെള്ളത്തിൽ കിട്ടും. ബ്രോയിലർ കോഴി തീറ്റ എടുക്കുന്നുണ്ട്. അതിന് മറ്റേ മൈദപ്പൊടിയും കണ്ട കൊടുത്തിട്ട് മറ്റൊന്നും വളർത്തി കളറാങ്ങി അതിന് പോയി ഉൾക്കൊള്ള ഒരു കൊത്തി നോക്കണ്ട. കോഴി കയറ്റി വന്ന കോഴിയാണ്. തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ കോഴിയൊക്കെ അടിച്ച് കസാറില്ലേ. 3-4 ദിവസമായി ഒന്നും തിന്നാതെ. ചോറെല്ലാം വെച്ചോളൂ, ചോറൊന്നും തിന്നില്ല. എന്നിട്ട് ആ തീറ്റ വെച്ചോളത്തെ തീറ്റയും തോന്നില്ല. പിടിച്ച് കൊതിച്ചോട്ടെ. എല്ലാവരും മേടിച്ച് അടിച്ച് പൊരിച്ച് കഴിച്ച് തോന്നുന്ന സാധനമല്ലേ. ഇതാണ് ഇത് ചോളത്തിൻ്റെ പൊടിയാണ്. ഇത് ഇന്നലെ മിഞ്ഞാന്ന് വെച്ച് കൊടുത്തത് തിന്നുന്നില്ല. തിന്ന കോഴി എല്ലാവരും പൊരിച്ച് കരിച്ച് തോന്നുന്ന സാധനമല്ലേ ബ്രോയിലർ കോഴി. വിഷുവിനെല്ലാം കോഴിക്കോടൽ മാറ്റി മറിച്ച് നാട്ടിൽ നിന്ന് കോഴിനെ ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇമ്പം ഉണ്ടാവില്ല. ഈ കോഴിനെ അറുത്ത് കഴിഞ്ഞാലല്ലോ ഇതിൻ്റെ ശരീരത്ത് ഒരു പടി നെയ്യ് ഉണ്ടാവില്ല. അത് ഇടക്കിടക്ക് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് അധികം വെക്കേണ്ട കാര്യം എന്നിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയുണ്ടെങ്കിൽ അവിടെ ഫ്രിഡ്ജിൽ കൊണ്ട് കുറച്ച് ഇറച്ചി ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റൂല. വെറും വെള്ളത്തിട്ട് അതേപോലെ വെള്ളത്തിട്ടാണല്ലോ പ്രാവ് തൂർന്നേ. അതേപോലെ മൈദയങ്ങാട്ടം കൊടുത്തിട്ട് അതിനെ വളർത്തി എടുത്തിട്ട് ശീലകം. മൈദക്കെല്ലാം പൈസ കുറവായിരിക്കൂലേ. ചോളത്തിന് വലിയ പൈസയാണ്, തീറ്റയ്ക്ക് വലിയ പൈസയല്ല. ഞാൻ കുഞ്ഞി കോഴിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാലും തീറ്റ കളർ കോഴിനെ വാങ്ങിച്ചാൽ ഒരു കിലോ മാറ്റം വാങ്ങിച്ചല്ലോ. കിലോന് 50 അവിടെ കൊടുത്തത്. എന്താ